വീഡിയോയിൽ ഒരു അടിപൊളി ഡെസേർട്ട് സഫാരിയുടെ വിശേഷങ്ങളാണ് എനിക്ക് നിങ്ങളുമായി പങ്കിടാനുള്ളത്. അബുദാബിയിലെ മാംഗോ ട്രാവൽസ് ആണ് ഞങ്ങൾക്ക് ഈ ഡെസേർട്ട് സഫാരി അറേഞ്ച് ചെയ്തു തന്നത്. ഡെസേർട്ട് റോസ് ടൂർസും കൂടെ അണിചേർന്നുള്ള ഒരു എക്സലന്റ് അഡ്വഞ്ചർ ട്രിപ്പ്. മുസഫയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഞങ്ങൾ ചൂസ് ചെയ്തത് സെൽഫ് ഡ്രൈവ് ആണ്, അതോടൊപ്പം പ്രീമിയം പാക്കേജും. മാംഗോ ട്രാവൽസിന്റെ പിക്ക് ആൻഡ് ഡ്രോപ്പ് സർവീസും അവൈലബിൾ ആണ്. സെൽഫ് ഡ്രൈവ് ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കാരണം അവരുടെ ലൊക്കേഷൻ എത്തുമ്പോഴേക്കും റോഡിന്റെ പല ഭാഗത്തും മണൽ വിരിച്ച പോലെയുണ്ട്. നല്ല ഭംഗിയായിരുന്നു അതെല്ലാം കാണാനും യാത്ര ചെയ്യാനും. സെഡാൻ കാറിന് പോകാൻ പറ്റിയ റൂട്ട് തന്നെയാണിത്. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിലെത്തി. ഇത് ഈ റോഡിന്റെ എൻഡാണ്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോയും ഒക്കെ എടുത്ത് അല്പം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ഡെസേർട്ട് റോസ് ഗ്രൂപ്പിന്റെ സലീം ബായും സുബൈറിക്കയും വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തു. പിന്നെ ലാൻഡ് ക്രൂയിസറിൽ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഡയറക്റ്റ് ഡ്യൂൺ വാഷിന് പോവുകയാണ് എന്ന്. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് സേഫ് ആയി ഇരിക്കണം. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഫോൺ തെറിച്ചു പോയി. ശരിക്കും അഡ്വഞ്ചർ റൈഡായിരുന്നു അത്. ഡ്യൂൺ വാഷിന്റെ ഇടയ്ക്ക് വീഡിയോ പിടിക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ഹൈറ്റ് കൂടിയ ഒരു മണൽക്കൂടിയുടെ മുകളിൽ ബ്രേക്കിന് വേണ്ടി സലീം ബായ് വണ്ടി നിർത്തി തന്നു. അവിടെ നിന്ന് കിട്ടിയ ആ ഡെസേർട്ട് എക്സ്പീരിയൻസ് വളരെ മനോഹരമായിരുന്നു. ഞങ്ങളുടെ സെയിം ക്യാമ്പിലേക്കുള്ള മറ്റു സഞ്ചാരികൾ വരുന്ന വാഹനമാണിത്. അവരുടെ ഡ്യൂൺ വാഷ് ക്യാമറയിൽ ഒപ്പിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി. അവിടുത്തെ ആ ദൃശ്യവിസ്മയത്തിന് ശേഷം ഞങ്ങൾ ക്യാമ്പിലെത്തി. ഡെസേർട്ടിന് അകത്താണ് ക്യാമ്പ്. സലീം ബായും സുബൈറിക്കയും നല്ല ഗൈഡുകളായി കൂടെ തന്നെ ഉണ്ടായിരുന്നു ഈ മനോഹര യാത്രയിൽ ഉടനീളം. ക്വാഡ് ബൈക്കിംഗ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് അതിനുള്ള സൗകര്യവും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ അത് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് അല്ല. ആദ്യം തന്നെ ഞങ്ങൾ ക്യാമൽ റൈഡാണ് ചൂസ് ചെയ്തത്. ഒട്ടകത്തിന് ഹൈറ്റ് ഉള്ളത് കൊണ്ട് അത് എണീക്കുമ്പോഴും നമുക്ക് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുമ്പോഴും നന്നായി പിടിച്ചിരിക്കണം. ആദ്യം പേടി തോന്നിയെങ്കിലും ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ക്യാമ്പ് വളരെ നന്നായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി സാൻഡ് ബോർഡിംഗ് ചെയ്യാനായിട്ട് ഒന്ന് ട്രൈ ചെയ്തു. ഇത് കൂടാതെ ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയ ഒരു ഏരിയ കൂടെ ഉണ്ട് സാൻഡ് ബോർഡിങ്ങിന് വേണ്ടി. ബട്ട് ഒരു ആവേശത്തിന് ഇങ്ങോട്ട് പോന്നു. 2 തവണ കയറി ഇറങ്ങിയപ്പോൾ മനസ്സിലായി ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന്. എന്നാലും അത് ട്രൈ ചെയ്യാൻ ഒരു മടിയും കാണിച്ചില്ല ഞങ്ങൾ. ഇവിടെ നിന്നുള്ള സൺസെറ്റ് വ്യൂ ഒക്കെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ക്യാമ്പിലേക്ക് തിരിച്ചു വന്നു. സ്നാക്സും നമ്മുടെ ആവശ്യാനുസരണം കോഫിയും ടീയും ഒക്കെ സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഇത് ഫലാഫൽ ആണ്, ഈജിപ്ഷ്യൻ സ്നാക്ക്. നമ്മുടെ പച്ചക്കടലയും അമരാബീനും ഹെർബും സ്പൈസും ഒക്കെ ചേർത്തുണ്ടാക്കിയ ഒരു സ്നാക്ക് ഐറ്റം. ഇത് ലിക്വറും സോഫ്റ്റ് ഡ്രിങ്കും കൊടുക്കുന്ന കൗണ്ടറാണ്. പിന്നെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ സാൻഡ് ആർട്ടും ഇവിടെ ലഭ്യമാണ്. വാഷ്റൂം, പ്രെയർ റൂം, വെയിറ്റിംഗ് ഏരിയ എല്ലാം ഈ ക്യാമ്പിനകത്ത് തന്നെയുണ്ട്. ഇത് ട്രഡീഷണൽ കോസ്റ്റ്യൂം ഇടുന്ന സ്ഥലമാണ്. നാം ഒരു രാജ്യത്ത് നിൽക്കുമ്പോൾ ആ രാജ്യത്തിന്റെ ഫുഡും കോസ്റ്റ്യൂമും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. അതിലൂടെ ആ രാജ്യത്തിന്റെ കൾച്ചറിലേക്ക് നാം ഒഴുകിച്ചേരുന്നു. കുറേ നാളുകൾക്ക് ശേഷം മെഹന്തി ഇടാൻ പോകുന്ന ഹാപ്പിനെസ്സിലാണ് ഞാൻ. വളരെ നന്നായി തന്നെ ഇത്ത മെഹന്തി ഇട്ടു തന്നു. പിന്നെ നേരെ ട്രഡീഷണൽ ഡ്രസ്സ് ഇടുന്ന ഏരിയയിലേക്ക് എത്തി ഇതും ട്രൈ ചെയ്തു നോക്കി. ഇനി നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ആകാൻ പോവുകയാണ്. ആദ്യം തനൂറ ഡാൻസ് ആണ്. ഒരു ഈജിപ്ഷ്യൻ കലാകാരനാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഇത് ഒരു ഈജിപ്ഷ്യൻ കലാരൂപമാണ്. ഈ
നൃത്തരൂപത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിർത്താതെയുള്ള ഈ ചുറ്റലും അതുപോലെ വർണ്ണാഭമായ ഈ തനൂറയുമാണ്. ശരിക്കും അതിശയിച്ചു പോകും ഇങ്ങനെ നൃത്തം ചെയ്യുന്നത് കണ്ടാൽ. ഈ നൃത്ത ആവിഷ്കരണത്തിൽ എനിക്ക് ഏറെ ഇഷ്ടമായ രംഗം ഇതായിരുന്നു. അദ്ദേഹം ആ തനൂറ ഒരു കുഞ്ഞിനെ പോലെ ആക്കി മാറ്റുകയും അതിനെ ലാളിക്കുകയും ചെയ്യുന്ന പോലെ കാണിക്കുന്നു. അതിമനോഹരമായ പെർഫോമൻസ്. ശേഷം അദ്ദേഹം കാണികളെയും അദ്ദേഹത്തിന്റെ നൃത്തത്തിന്റെ ഭാഗമാകാൻ ക്ഷണിക്കുന്നു. ഈ കൊച്ചുമിടുക്കി അറിയില്ല എങ്കിൽ കൂടെ വളരെ മനോഹരമായി അത് പെർഫോം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം കാണികളിലേക്ക് ഇറങ്ങിയെത്തുകയും പെർഫോം ചെയ്യുകയും ചെയ്തു. പിന്നീട് ബാർബിക്യൂ ഡിന്നറിനുള്ള ടൈമായിരുന്നു. വിഭവങ്ങൾ എല്ലാം തന്നെ വളരെ സ്വാദിഷ്ടമായിരുന്നു. ആവശ്യക്കാരായ സഞ്ചാരികൾക്കായി ശീർഷ ഫെസിലിറ്റിയും ഒരുക്കിയിരിക്കുന്നു. 2 കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് അടുത്ത പെർഫോമൻസിനായി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പിന്നീട് ബെല്ലി ഡാൻസ് ആയിരുന്നു. ഇത് അവതരിപ്പിച്ചത് ഒരു മൊറോക്കൻ കലാകാരിയും. മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്കൻ സംസ്കാരത്തിൽ ഉത്ഭവിച്ച നൃത്ത കലാരൂപമാണ് ബെല്ലി ഡാൻസ്. പ്രാചീന കാലത്ത് ആചാരങ്ങൾക്കും ആധ്യാത്മിക ചടങ്ങുകളുടെയും ഭാഗമായിരുന്നു ഈ നൃത്തരൂപം. പിന്നീട് ഇത് വിനോദത്തിനു വേണ്ടി വികസിച്ചു. വിവിധ സംസ്കാരങ്ങളിൽ നിന്നുള്ള സ്വാധീനത്തോടെ ഇത് ഒരു പ്രകട കലാരൂപമായി പരിണമിച്ചു. വിദേശ സംസ്കാരങ്ങളോടുള്ള പാശ്ചാത്യ ആകർഷണത്തിലൂടെ ഇത് ആഗോള അംഗീകാരം നേടി. ഒടുവിൽ ലോകമെമ്പാടുമുള്ള ജനപ്രിയ വിനോദശൈലിയായി മാറി. കാണികളെ തന്റെ നൃത്തരൂപത്തിൽ പങ്കുകൊള്ളിക്കാൻ ഈ കലാകാരിയും മറന്നില്ല. സുവർണ മണലുകളുടെ കാലാതീതമായ സൗന്ദര്യത്തിലൂടെ ഒട്ടകങ്ങൾ നടന്നു നീങ്ങുന്നു. തനൂറ നൃത്തം അവതരിപ്പിച്ച അതേ കലാകാരൻ തന്നെയാണ് ഫയർ ഡാൻസും അവതരിപ്പിച്ചത്. ഡെസേർട്ട് സഫാരികളുടെ, പ്രത്യേകിച്ച് അറേബ്യൻ മരുഭൂമി, സഹാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ തീർത്തും ആകർഷകമായ ഹൈലൈറ്റ് ആണ് ഫയർ ഡാൻസ്. മരുഭൂമിയുടെ നിഗൂഢതയും സംസ്കാരവുമാണ് ഇതിൽ പ്രതിഫലിക്കുന്നത്. ഡെസേർട്ട് സഫാരിയിലെ ഫയർ ഡാൻസ് അവിസ്മരണീയമായ ഒരു കാഴ്ച സൃഷ്ടിക്കുന്നു. നക്ഷത്ര നിബിഡമായ ആകാശത്തിനു കീഴിലെ വിശാലമായ മരുഭൂമിയുടെ ശാന്തതയുമായി തീയുടെ അസംസ്കൃത ശക്തിയെ സമന്വയിപ്പിക്കുന്നു. അതിനുശേഷം ഈ കലാകാരൻ ആളൊഴിഞ്ഞ മരുഭൂമിയിലേക്ക് മാറി അദ്ദേഹത്തിന്റെ ഫയർ ഡാൻസ് അവതരിപ്പിച്ചു. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. അങ്ങനെ ഒരു മനോഹരമായ ഡെസേർട്ട് സഫാരിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ കൂടെ അറിയിക്കാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും. മാംഗോ ട്രാവൽസിന്റെ ഡീറ്റെയിൽസിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണും വരേക്കും ബൈ ബൈ.